ചെറുകഥ. കുത്തഴിഞ്ഞ ജീവിതം. മാധവനും സന്ധ്യയും 10 വർഷത്തെ ദാമ്പത്യം പൂർത്തിയാക്കിയപ്പോൾ എല്ലാവരും അവരെ ഒരു മാതൃകാ ദമ്പതികളായിട്ടാണ് കണ്ടിരുന്നത്. അവർക്ക് 7 വയസ്സുള്ള രാഹുൽ എന്നൊരു മകനുണ്ടായിരുന്നു. നഗരത്തിലെ പ്രശസ്തമായ ഒരു കമ്പനിയിൽ ഉദ്യോഗസ്ഥനായിരുന്നു മാധവൻ. സന്ധ്യ വീട്ടുകാര്യങ്ങളും മകൻ്റെ പഠനവും നോക്കി സന്തോഷത്തോടെ കഴിഞ്ഞു. മാധവൻ്റെ തിരക്കുകൾക്കിടയിലും അവർക്കിടയിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ കാലക്രമേണ മാധവൻ്റെ പെരുമാറ്റത്തിൽ ചെറിയ മാറ്റങ്ങൾ പ്രകടമാകാൻ തുടങ്ങി. ഓഫീസിലെ പുതിയ സഹപ്രവർത്തകയായ ശാലിനിയുമായി മാധവൻ അടുത്ത സൗഹൃദത്തിലായി. ആ സൗഹൃദം വളരെ വേഗം തന്നെ ഒരു രഹസ്യബന്ധമായി വളരുകയുണ്ടായി. രാത്രി വൈകിയുള്ള ഫോൺ കോളുകളും അനാവശ്യമായ യാത്രകളും സന്ധ്യയിൽ സംശയമുളവാക്കി. മാധവൻ തൻ്റെ കുടുംബത്തോടുള്ള ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് പതുക്കെ പതുക്കെ പിന്മാറാൻ തുടങ്ങി. സന്ധ്യ പലപ്പോഴും മാധവനോട് കാര്യങ്ങൾ ചോദിക്കാൻ ശ്രമിച്ചെങ്കിലും അവൻ ദേഷ്യപ്പെട്ട് ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത്. ഒരു ദിവസം അവിചാരിതമായി മാധവൻ്റെ ഫോണിലെ സന്ദേശങ്ങൾ സന്ധ്യയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആ നഗ്ന സത്യം മനസ്സിലാക്കിയ അവളുടെ ലോകം തന്നെ ഇല്ലാതാകുന്നത് പോലെ അവൾക്ക് തോന്നി. അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മാധവനെ നേരിട്ടെങ്കിലും അയാൾക്ക് യാതൊരു കുറ്റബോധവും ഉണ്ടായിരുന്നില്ല. പകരം അയാൾ സന്ധ്യയെ കുറ്റപ്പെടുത്തുകയും അവളെ അസഭ്യം പറയുകയും വീട്ടിൽ വലിയ വഴക്കുകൾ ഉണ്ടാക്കുകയും ചെയ്തു. രാഹുൽ മുറിക്കുള്ളിലിരുന്ന് അച്ഛൻ്റെയും അമ്മയുടെയും വഴക്കുകൾ കേട്ട് ഭയന്നു വിറച്ചു. വീടിനുള്ളിലെ സമാധാനം പൂർണ്ണമായും നഷ്ടപ്പെടുകയും അന്തരീക്ഷം വിഷമയമായി മാറുകയും ചെയ്തു. മാധവൻ കുടുംബത്തിന് നൽകിയിരുന്ന സാമ്പത്തിക സഹായങ്ങളൊക്കെ ഈ കാരണത്താൽ വെട്ടിക്കുറച്ചു. ശാലിനിക്ക് വേണ്ടിയുള്ള ആഡംബരങ്ങൾക്കായി അവൻ തൻ്റെ സമ്പാദ്യം മുഴുവൻ ചിലവഴിക്കാൻ തുടങ്ങി. അവസാനം മാധവൻ തൻ്റെ കുടുംബത്തെ ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോകാൻ തീരുമാനിച്ചു. മാധവൻ പോയതോടെ സന്ധ്യയും രാഹുലും വലിയ പ്രതിസന്ധിയിലായി. വാടക കൊടുക്കാൻ പോലും ഇല്ലാതെ അവർ ആ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു. മകൻ്റെ പഠനം മുടങ്ങിയതും അവനെ നോക്കാൻ വഴിയില്ലാതെ സന്ധ്യയെ ആകെ മാനസികമായി തളർത്തി. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അവരെ കുറ്റപ്പെടുത്തി. പലരും സന്ധ്യയെ പരിഹസിച്ചു. കുറച്ചു നാളുകൾക്ക് ശേഷം മാധവൻ്റെ അവസ്ഥയും മോശമാകാൻ തുടങ്ങി. ശാലിനി മാധവൻ്റെ കയ്യിലെ പണമൊക്കെ തീർന്നപ്പോൾ അയാളെ ഉപേക്ഷിച്ച് മറ്റൊരുത്തൻ്റെ കൂടെ പോയി. തൻ്റെ തെറ്റുകൾ തിരിച്ചറിഞ്ഞ മാധവൻ തിരികെ വരാൻ ശ്രമിച്ചെങ്കിലും അപ്പോഴേക്കും വൈകിപ്പോയിരുന്നു. സന്ധ്യ തൻ്റെ സ്വപ്രയത്നത്താൽ ഒരു ജോലി കണ്ടെത്തുകയും മകനുമായി പുതിയൊരു ജീവിതം തുടങ്ങുകയും ചെയ്തു. മാധവനോട് ക്ഷമിക്കാൻ അവൾക്ക് കഴിയുമായിരുന്നില്ല. കാരണം അവൻ തകർത്തത് അവളുടെ വിശ്വാസമായിരുന്നു. ആ കുടുംബം എന്നേക്കുമായി ചിന്നിച്ചിതറിപ്പോയി. ഒരു നിമിഷത്തെ സുഖത്തിനോ ആവേശത്തിനു വേണ്ടി ചെയ്ത തെറ്റുകൾ വർഷങ്ങൾ കൊണ്ട് കെട്ടിപ്പടുത്ത ഒരു ജീവിതത്തെയും കുറേ നിരപരാധികളുടെ സ്വപ്നങ്ങളെയും നിമിഷനേരം കൊണ്ട് ചാരമാക്കും. വിശ്വാസ്യതയാണ് ഏതൊരു ബന്ധത്തിൻ്റെയും അടിത്തറ. അത് തകർന്നാൽ പിന്നെ ഒന്നും ഒരിക്കലും പഴയതുപോലെയാകില്ല. നിങ്ങൾക്ക് എൻ്റെ ഈ കുഞ്ഞിക്കഥ ഇഷ്ടമായാൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങൾ ഇതുവരെ തന്ന സപ്പോർട്ടിന് നന്ദി. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.